ശ്രീത് പണിക്കർ, ഈ കേരളം കാര്യമായ ഉൽപാദന വ്യവസായമുള്ള ഒരു സംസ്ഥാനമല്ലല്ലോ. അങ്ങനെ കാര്യമായ ഉൽപാദന വ്യവസായമില്ലാത്ത ഒരു സംസ്ഥാനത്ത് വിഴിഞ്ഞമുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും? അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം നമ്മുടെ നാട്ടിലെ വികസനം, നമ്മുടെ നാട്ടിലുള്ള ഇൻഡസ്ട്രീസ് ഏതൊക്കെ ആണ് വരേണ്ടത്, എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഇൻഡസ്ട്രിയലൈസേഷനുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാകാത്തത്, സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് എന്നുള്ള ഒരു ചർച്ച കഴിഞ്ഞ കുറെ കാലമായിട്ട് സജീവമായിട്ട് അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ പലപ്പോഴും സർക്കാരാണെങ്കിലും മറ്റ് വിദഗ്ധരാണെങ്കിലും ഒക്കെ തന്നെ പറയുന്നത് നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഹെവി ഇൻഡസ്ട്രീസ് പലതും വരുന്നതിന്. പിന്നെ നമുക്ക് അറിയാവുന്ന നമ്മുടെ ഭൂപ്രകൃതിയുടേതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് കൂടുതൽ കൺഡ്യൂസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഏതാണ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഏതാണ് എന്നുള്ളത് തിരിച്ചറിയുകയും അതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ജിയോഗ്രാഫിക്കലി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ നാച്ചുറൽ ആയിട്ട് ഒരു പോർട്ടിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കെ അതിനെ മാക്സിമൈസ് ചെയ്യുക, അതുവഴി കിട്ടുന്ന വരുമാനം, അത് നമ്മുടെ കരാറിന്റെ ഒരു കണ്ടീഷൻ കൊണ്ട് അത് ഏത് സമയത്താണ് സർക്കാരിന് ലാഭം എടുക്കാൻ കഴിയുന്നത് എന്നൊക്കെ ഡിബേറ്റബിൾ ആണ്. അത് വേറൊരു ടോപ്പിക്കാണ്. പക്ഷെ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണം, സർക്കാരിനുണ്ടാകുന്ന ഗുണം, അതല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾ, ടാക്സ് വഴി സർക്കാരിന് കിട്ടുന്ന പണം, ഇങ്ങനെ കുറെ അധികം കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ വളരെ ചാക്രികമായിട്ട് പണത്തിന്റെ ഒരു വിനിയോഗം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇങ്ങനെ ഇൻഡസ്ട്രികൾ ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ കൺഡ്യൂസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രികൾ ഏതൊക്കെയാണ് അതിനെ പരിപോഷിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടെയ്നർ ടെർമിനലിൽ ഈ കാർഗോ ഒക്കെ വരുന്നു, അതിനെ പിന്നെ റീറൂട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ഈ ഹെവി ഇൻഡസ്ട്രീസിന്റെ ഒരു ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യവസായമാണ്. കാരണം ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പോർട്ടും അതിന് മറ്റു വേണ്ടുന്ന അനുബന്ധ സൗകര്യങ്ങളും ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. പക്ഷെ അവിടെയും നമ്മുടെ നാടിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച് എന്ന് പറയുന്നത് ഈ അനുബന്ധ സൗകര്യങ്ങളാണ്. കാരണം ഇതിന്റെ ഫുൾ കപ്പാസിറ്റിയിലേക്ക് നമ്മളിപ്പോൾ കമേഴ്സ്യലായിട്ട് നമ്മൾ ഇതിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇതിന്റെ പീക്ക് കപ്പാസിറ്റിയിലേക്ക് അടുക്കുന്ന സമയത്ത് അനുബന്ധ സൗകര്യങ്ങളും അതേപോലെ തന്നെ വർദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് പണത്തിന്റെ ലഭ്യത എന്ന് പറയുന്നത്, രണ്ടാമത്തേത് ഈ സ്ഥലം ഏറ്റെടുക്കുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇതിനെ വളരെ കൃത്യമായിട്ട് പരിഹരിക്കുക എന്നുള്ളത് നമ്മുടെ ഈ വികസനത്തിന്, ഇത്തരത്തിലുള്ള പദ്ധതികളെയൊക്കെ തന്നെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്തിന് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലത്തേക്ക് പരിവർത്തനത്തിന് വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാനതിൽ കാണുന്നത് മറ്റെല്ലാ കാര്യങ്ങളെക്കാളും വളരെ വളരെ വലിയ സ്ട്രോങ് ആയിട്ടുള്ള വില്ലുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസ്പെൻസേഷൻ ഉണ്ടാവുക, വളരെ സ്ട്രോങ് ആയിട്ട് വില്ലുള്ള ഒരു പൊളിറ്റിക്കൽ സംവിധാനം ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ഉണ്ടോ എന്നുള്ളതും അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിന് ഇതൊക്കെ ആവശ്യമാണ് എന്ന രീതിയിലുള്ള തിരിച്ചറിവും ഒക്കെ തന്നെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. ഒപ്പം അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കുണ്ടാകുന്ന ആശങ്കകൾ അതൊരിക്കലും അസ്ഥാനത്തല്ല. അപ്പൊ അങ്ങനെയുള്ള ആശങ്കകൾ എന്താണ്, അതിന് എന്താണ് അടിസ്ഥാനമുള്ളത്, അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുള്ള നയപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് ചെയ്യുക, ആൾക്കാരെ വിശ്വാസത്തിൽ എടുക്കണമെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ വളരെ സമഗ്രമായിട്ടുള്ള ഒരു അപ്രോച്ച്, വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഈ വിഷയത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ശരി ശ്രീത് പണിക്കർ, ആദ്യ അരമണിക്കൂറിൽ ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്